ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കൊടുക്കാട്ടോ. അങ്ങനെ നമ്മുടെ ആര്യൻ മിത്രയോട് പറയാണ്, ദേ ഈ സ്വർണം ഇന്ന് തന്നെ നീ കൃഷ്ണമംഗലത്ത് കൊണ്ട് തൻ്റെ അച്ഛനെയും അമ്മയും ഏൽപ്പിക്കണം എന്ന് പറയാം. ഇനിയിപ്പം അവരത് മേടിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ കൃഷ്ണമംഗലത്ത് വീടിൻ്റെ പടിയിൽ ഇത് വെച്ചിട്ടേ താൻ തിരിച്ചു വരാവൂ എന്ന് പറയണേ. അപ്പം അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് മിത്രയ്ക്ക് സാധിക്കുന്നില്ല. അപ്പം മിത്ര മനസ്സിൽ പറയും, തൽക്കാലം ആരും പറയുന്നത് അനുസരിക്കുന്നത് പോലെ അഭിനയിക്കാം, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പിന്നീട് തീരുമാനിക്കാം. ശരി ആര്യ, ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് മിത്ര ആര്യനോട് കള്ളം പറയാണ് കേട്ടോ. അപ്പം ആര്യം പറയും, എനിക്ക് മനസ്സിലാകുന്നുണ്ടോ തൻ്റെ സങ്കടം, പക്ഷേ ഇതാണ് ശരി, ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. താൻ കയറ്, തന്നെ കൊണ്ട് ഞാൻ വീട്ടിലാക്കാം എന്ന് പറയാം. ഏയ് അത് വേണ്ട ആര്യ, ആര്യനേതോ ബാങ്ക് മാനേജറെ കാണാൻ പോകണമെന്നല്ലേ പറഞ്ഞത്, ലേറ്റ് ആകും, ആരും പൊയ്ക്കോ എന്ന് പറയാം. ഏയ് അതൊന്നും സാരമില്ല, താൻ കയറ്, ഇത്രയും സ്വർണ്ണമായിട്ട് താൻ തനിയെ വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയാണ്. അതൊന്നും കുഴപ്പമില്ല, ഞാനൊരു ഓട്ടോ വിളിച്ചങ്ങ് പൊയ്ക്കോളാം, ആരും പൊയ്ക്കോ, ഉറപ്പാണല്ലോ അല്ലേ, താൻ സേഫായിട്ട് വീട്ടിൽ ചെല്ലുമല്ലോ അല്ലേ. അതേ ആര്യ, എനിക്കൊരു കുഴപ്പമില്ല, ഞാനൊരു ഓട്ടോ വിളിച്ച് ഇപ്പം തന്നെ വീട്ടിലേക്ക് പൊക്കോളാം, ആരും എന്നെ ഓർത്ത് ടെൻഷൻ ആവണ്ട. ബാങ്ക് മാനേജർ കാണാൻ പറഞ്ഞിട്ട് കറക്റ്റ് സമയത്ത് ചെന്നില്ലെങ്കിൽ പിന്നെ അവർക്കതൊരു ഇഷ്ടക്കേടാവില്ലേ എന്ന് പറയാണ് കേട്ടോ. മിത്ര ഇത്രയധികം നിർബന്ധിക്കുന്നത് കൊണ്ട് ആര്യൻ അവൻ്റെ വണ്ടി എടുത്ത് പോവുകയാണേ. മിത്രയാണെങ്കിൽ വീട്ടിലേക്കും പോകാനായിട്ട് നിൽക്കുക. ഇതേ സമയം കൃഷ്ണമംഗലത്ത് ധർമ്മൻ ആകെ ചിന്തിച്ച് ഇരിക്കുകയാണ്. അപ്പം അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ അനുശ്രീ അങ്ങോട്ട് വരുന്നത്. മാമൻ എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത് എന്ന് ചോദിക്കുക. ഏയ് ഒന്നുമില്ല എന്ന് അപ്പം ധർമ്മൻ പറയാണ്. എന്താ മാമ കാര്യം, എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് അപ്പം ധർമ്മൻ പറയാം. പിന്നെന്താ, മാമൻ എന്നോട് എന്ത് വേണേലും സംസാരിക്കാമല്ലോ അല്ലേ എന്ന് പറയാം. നിനക്കിവിടെ സന്തോഷമാണോ എന്ന് ചോദിക്കാം. പിന്നല്ലാതെ, അതെന്താ അങ്ങനെ ചോദിക്കുന്നേ, ഇതെന്റെ ഭർത്താവിന്റെ വീടല്ലേ, ഇപ്പൊ മാമനും എത്തി, പിന്നെന്താ എനിക്ക് കുഴപ്പം എന്ന് അനുശ്രീ ചോദിക്കാം. സത്യം പറഞ്ഞ മാമനോട് വന്നതിൽ എനിക്ക് സന്തോഷമില്ല, എന്നാലും മാമനോട് ഉള്ളത് എനിക്കൊരു കൂട്ടാണല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പം ധർമ്മൻ ചിരിക്കുക. അല്ല, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീയും അലോക്കും തമ്മിൽ എങ്ങനെയാ? അതെന്ത് ചോദ്യം മാമ, ഞങ്ങൾ ഇപ്പോൾ ഭാര്യയും ഭർത്താവും അല്ലേ, ഞങ്ങൾ ഹാപ്പിയാ എന്ന് അനു പറയാണ് കേട്ടോ. അപ്പം ധർമ്മൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം അലോക് അതിലൂടെ വരിക. ദേ അലോക്, ഇങ്ങോട്ട് വന്നേ എന്ന് പറയാം. ദേ മാമനൊരു സംശയം, നമ്മൾ നല്ല ജോഡികളല്ലേ എന്ന് വെച്ചാൽ നല്ല ഐക്യമുള്ള ഭാര്യയും ഭർത്താവും അല്ലേ എന്ന്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ധർമ്മം പറയാം. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, നിങ്ങൾ നല്ല ചേർച്ചയാണെന്ന് എനിക്കറിയില്ലേ എന്ന് അനുശ്രീ പറയാൻ കേട്ടോ. വെറുതെ അല്ല, അലോകിൻ്റെ കൈ കോർത്ത് പിടിച്ചുകൊണ്ടാട്ടോ പറയുന്നേ. എൻ്റെ മാമ, ഞങ്ങൾ ഈച്ചൻ ചക്കരയും പോലെയാ എന്ന് പറയാം. ഞാനില്ലാതെ അലോകിനോ അലോകില്ലാതെ എനിക്കോ ഒരു സെക്കൻഡ് പോലും കഴിയാൻ പറ്റില്ല, അത്രയ്ക്ക് സ്നേഹമാണ് ഞങ്ങൾ തമ്മിൽ എന്ന് പറയാം. എനിക്ക് ഇപ്പോൾ ഒരാഗ്രഹം പോലും അലോകിനോട് പറയാൻ പറ്റാതായിപ്പോയി. ചുരിദാറെന്നൊന്ന് വെറുതെ പറഞ്ഞാൽ മതി, ഒരു ലോഡ് ചുരിദാറാ എൻ്റെ മുന്നിൽ എത്തുക, അത്രയ്ക്ക് സ്നേഹമാണ് അലോകിന് എന്നോട്. കഴിഞ്ഞ ആഴ്ചയെ ഞാൻ കുറച്ച് തുണി എടുക്കണമെന്നൊന്ന് പറഞ്ഞു പോയി. 1,00,000 തുണിയല്ലേ ഈ വീട്ടിലെത്തിയത്, ക്രെഡിറ്റ് കാർഡൊക്കെ എൻ്റെ കയ്യിൽ തന്നെയാ അല്ലേ അലോകെ എന്ന് ചോദിക്കാം. അപ്പം അലോക് ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. മതി, ഇത് കേട്ടാൽ മതി, മാമന് സന്തോഷമായി, ഇങ്ങനെ തന്നെ വേണം അവസാനം വരെ ജീവിക്കാൻ എന്ന് ധർമ്മം പറയാൻ കേട്ടോ. പിന്നെ ഈ സാമ്പാറൊക്കെ എടുത്ത് തലയിലൊഴിച്ച കാര്യമല്ലേ മാമൻ പറയാൻ വന്നേ എന്ന് ചോദിക്കുക. അതറിഞ്ഞല്ലേ എന്ന് ചോദിക്കുക. ആരെ ഇതൊക്കെ പറഞ്ഞേ എന്ന് അനുശ്രീ നാണത്തോടെ ധർമ്മനോട് പറയാ. ഞാൻ സാമ്പാർ വിളമ്പുമ്പോഴേ സ്നേഹം കൊണ്ട് കയ്യിൽ കയറി പിടിച്ചു ഈ അലോക്, ഇവൻ്റെ ഒരു കാര്യം വേണ്ട, ഞാൻ ബാക്കി പറയുന്നില്ല, എനിക്ക് നാണം വരുന്നു, ഒരു മാമനോട് പറയാൻ പറ്റുന്ന കാര്യമാണോ ഇതൊക്കെ എന്ന് ചോദിക്കുക. അമ്മമ്മേ ഇങ്ങോട്ട് വന്നേ എന്ന് ഇന്ദിരാമ്മ അതിലൂടെ പോകുമ്പം ഇന്ദിരാമ്മയും അടുത്തേക്ക് വിളിക്കാൻ കേട്ടോ അനുശ്രീ. അമ്മമ്മേ, ദേ ഈ മാമനൊരു സംശയം. എന്താ മോളെ? ഷെടാ എൻ്റെ അനു, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ, എൻ്റെ പൊന്നു മക്കളെ വിട്ടേക്ക്. എന്താ മോളെ, എന്താ ഇവൻ്റെ സംശയം? അല്ല, എൻ്റെയും അലോകിൻ്റെയും ഒരു പൊരുത്തം, അതിനെക്കുറിച്ച് അമ്മാമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? വേണ്ട, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ ചിലപ്പോഴേ ഈ ധർമ്മം കണ്ണുവെക്കും എന്ന് പറയാം. ഈ മറുപടിയിൽ മാമനുള്ള എല്ലാ ഉത്തരങ്ങളും ഉണ്ടല്ലോ, ഇത് മതി എന്ന് ചോദിക്കാം. മതി അമ്മമ്മ, ഇത്രയും പറഞ്ഞാൽ മതി. അല്ല, നിനക്കെന്താടോ ഒരു വിഷമം പോലെയൊക്കെ എന്ന് അലോകിനോട് ചോദിക്കുക. അപ്പം അലോക് പെട്ടെന്ന് ചിരിക്കുവാണ് കേട്ടോ. വിഷമോ? അലോകിന് എന്ത് വിഷമോ അമ്മമ്മേ? വിഷമോ അല്ലെന്നേ, ദേഷ്യോ എന്തിന് എന്നപ്പോൾ ധർമ്മൻ ചോദിക്കാം. അല്ല, ഇന്നേ ഒരു സിനിമയ്ക്ക് പോകാമെന്ന് അലോക് എന്നോട് പറഞ്ഞു,
പക്ഷേ ഞാൻ പറഞ്ഞു നാളെ പോകാന്ന്. അതാ അതിൻ്റെ ദേഷ്യം അലോകിനു. ഓ അതായിരുന്നോ കാര്യം. എന്താ മോളെ ഇത്, ദേ ചെല്ല്, അവൻ നിന്നെ സ്നേഹത്തോടെ വിളിക്കുന്നല്ലേ എന്ന് അപ്പൊ ധർമ്മം പറയാ. വേണ്ട മാമ, ഞങ്ങൾ നാളെ പൊക്കോളാം. വന്നേ അലോകെ, വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് അലോകിനെ വിളിച്ചുകൊണ്ട് അനുശ്രീ അവിടെ നിന്ന് പോവാ. അപ്പോൾ ധർമ്മൻ അവിടെ നിന്ന് പറയാ, ഇത്ര സന്തോഷത്തോടെ ജീവിക്കുന്ന പിള്ളേരെ പറ്റിയാണോ ഏട്ടൻ സംശയം എന്ന് ചോദിക്കുക. അപ്പം ഇന്ദിരമ്മ വിളിക്കുക, മോനെ അതെ ഞാനൊരു കാര്യം പറയട്ടെ, ഗോമതിക്ക് നല്ല വിഷമമുണ്ട് അമ്മേ, അതിനെക്കുറിച്ച് ഇനി നമുക്ക് സംസാരിക്കണ്ട. അല്ല ധർമ്മ, ഞാനൊന്ന് പറയട്ടെ. വേണ്ടമ്മേ, നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം എന്ന് അത്രയും പറഞ്ഞിട്ട് ധർമ്മൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇന്ദിരമ്മ പറയാൻ വന്നത് മുഴുവനായിട്ട് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. ഇതേ സമയം നമ്മുടെ മിത്ര നേരെ ചെല്ലുന്നത് മീനുവിൻ്റെ ഓഫീസിലേക്കാണ്. അപ്പം മീനു വരുന്നതും കാത്ത് അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം മീനു പെട്ടെന്ന് അങ്ങോട്ട് വരിക. എന്നിട്ട് പറയും, എന്താടി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നീ ഈ ഓഫീസിലേക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വന്നപ്പോൾ കയറിയതാണോ അതോ ഇവിടേക്ക് തന്നെ എന്നെ കാണാൻ വന്നതാണോ? പെട്ടെന്ന് എനിക്ക് എൻ്റെ ചേച്ചി ഒന്ന് കാണണമെന്ന് തോന്നി. ചുമ്മാ തള്ളാതെ. സത്യം മീനു ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ചേച്ചിയുടെ ഒരു ഉപദേശം വേണം, സഹായവും വേണം. എന്താടി കാര്യം എന്നപ്പം മീനു ചോദിക്കാൻ കേട്ടോ. പെട്ടെന്ന് നമ്മുടെ മിത്ര അവൾ കൊണ്ടുവന്ന ബാഗിൽ നിന്നും ആ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും മീനുവിൻ്റെ മുന്നിലേക്ക് വെക്കുവോ. അയ്യോ സ്വർണ്ണോ, ഇത്രയും സ്വർണം, ഇത് നിനക്കിപ്പോൾ എവിടുന്നാ കിട്ടിയത്? എന്താ മിത്ര ഇത് എന്ന് ചോദിക്കുക. ചേച്ചി, മുമ്പ് ഗുരുവായൂരിൽ നിന്ന് ആ മിഥുൻ മോഷ്ടിച്ചുകൊണ്ട് പോയ എൻ്റെ ആഭരണങ്ങളില്ലേ, അതാ ഇത്. കുറച്ചു ഭാഗം ഗുരുവായൂരപ്പൻ്റെ ശക്തി കൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നീ എന്തൊക്കെയായി പറയുന്നേ? ചേച്ചി, ഒരു റെയ്ഡിനിടയിൽ ആ കള്ളം മിഥുനെ പോലീസ് പിടിച്ചു. അവൻ്റെ കയ്യിൽ നിന്ന് ഈ സ്വർണം പിടിച്ചെടുത്തത് എന്ന് പറഞ്ഞ് കാണിക്കുക. മുമ്പ് ഞാൻ കൊടുത്ത പരാതി സ്റ്റേഷനിൽ ഉണ്ടായിരുന്നല്ലോ. എന്നെയും ആര്യനെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. രേഖകൾ ഹാജരാക്കിയപ്പം സ്വർണം എനിക്ക് തിരിച്ചു തരികയും ചെയ്തു എന്ന് മിത്ര പറയാണ് കേട്ടോ. അതിന് എന്താ ഇപ്പം നീ പറഞ്ഞു വരുന്നത്? അവൻ ആ ലോക്കപ്പിലുണ്ട്. എനിക്കങ്ങോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. പോലീസിന്റെ അനുവാദത്തോടു കൂടി അവന്റെ ചെകിട്ടത്തൊന്ന് കൊടുക്കണം എന്ന് മീനു അപ്പം പറയാ. എനിക്കും തോന്നിയതാ, പക്ഷേ കൊടുക്കേണ്ടതൊക്കെ അന്ന് ആര്യനും അങ്കിളും ചേർന്ന് കൊടുത്തായിരുന്നല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? അല്ല അതിരിക്കട്ടെ, നിനക്ക് ഇപ്പം ഈ ആഭരണങ്ങൾ എന്നെ കാണിക്കാനായിട്ടാണോ നീ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുക. അല്ല ചേച്ചി, ഞാനിത് പണയം വെക്കാൻ വേണ്ടി പോവാ. പണയം വെക്കാനോ? കിട്ടിയ ദിവസം തന്നെ നീ പണയം വെക്കുന്നോ എന്ന് അപ്പം ചോദിക്കുക. ആര്യനെ സഹായിക്കാൻ വേണ്ടിയാ ചേച്ചി. പണയം വെച്ച് ആ പൈസ ആര്യന് കൊടുക്കണം എന്ന് മിത്ര പറയാ. പാവം, ട്രാവൽ ഏജൻസിക്ക് ലോൺ എടുക്കാൻ വേണ്ടി ഓടി തളർന്നു. ഒരിടത്തുനിന്ന് ലോൺ കിട്ടുന്നില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ഈ സ്വർണം കിട്ടിയത് ആര്യനെ സഹായിക്കാൻ വേണ്ടി കൂടിയാകും ചേച്ചി. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം എന്ന് മീനൊപ്പ ചോദിക്കുകയാണ്. പണയം വെച്ച പൈസ കൊടുക്കുന്നതെന്ന് ആര്യൻ അറിയരുത്. അതെന്താ? നിനക്ക് ആര്യനോട് കാര്യം പറഞ്ഞാൽ പോരെ എന്ന് മീനു ചോദിക്കുക. ഞാൻ പറഞ്ഞു ചേച്ചി, പക്ഷെ ആര്യൻ പറയുന്നത് ഇത് കൃഷ്ണമംഗലത്തെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവകാശപ്പെട്ട സ്വർണ്ണമാണെന്നാ, അത് തിരിച്ചു കൊടുക്കണമെന്നാ, എത്രയും വേഗം അവിടെ തന്നെ എത്തിക്കണമെന്നാ ആവശ്യപ്പെടുന്നത് ആര്യൻ. പക്ഷെ അത് ശരിയാവില്ല. വീട്ടിൽ കൊണ്ട് കൊടുക്കൂന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടാ ഞങ്ങൾ പിരിഞ്ഞു. ഇപ്പോൾ ആരും കരുതുന്നതും അത് തന്നെയാകും. ഞാൻ ഈ സ്വർണം കൃഷ്ണമംഗലത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൈകളിൽ എത്തിച്ചു കഴിഞ്ഞു എന്ന്. പക്ഷെ അത് ശരിയാകില്ല. ഞാനിത് പണയം വെക്കാൻ പോവാ. അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നില്ല. അത് കുഴപ്പമാവില്ലേ മിത്രേ എന്ന് മീനു ചോദിക്കുക. എനിക്കത് ചെയ്യണം ചേച്ചി. ആര്യൻ എനിക്ക് സഹായിച്ചേ പറ്റൂ. അല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വേറെ ഒരു വഴിയില്ല. ആര്യൻ എന്തുമാത്രം നന്മയുള്ള മനുഷ്യനാണെന്ന് ഞാൻ വീണ്ടും മനസ്സിലാക്കി. അല്ലെങ്കിൽ ഈ സ്വർണം ആരാണെങ്കിലും സ്വന്തം കയ്യിലാക്കാൻ നോക്കുമല്ലേ ഉള്ളൂ. ഈ സ്വർണം ആര്യനെ ഭ്രമിച്ചതേ ഇല്ല ചേച്ചി. വാസ്തവത്തിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ കണ്ട് അതിശയിച്ച് നിൽക്കുമായിരുന്നു ഞാൻ. ആർക്കും പറ്റില്ല ഈ രീതിയിലൊന്നും ചിന്തിക്കാൻ. ഇത്രയധികം സ്വർണം കയ്യിൽ കിട്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു, ഇനിയും ആരും കഷ്ടപ്പെടാൻ പാടില്ല ചേച്ചി. എങ്ങനെയെങ്കിലും ആര്യനെ സഹായിക്കണം. പക്ഷേ ഈ സ്വർണം വിറ്റ കാശാണെന്ന് ഒരിക്കലും ആര്യന് അറിയാനും പാടില്ല. എടി, നീ ഇത് പണയം വെച്ച് കാശ് കൊടുക്കുമ്പം ആരും ചോദിക്കില്ലേ പണം എവിടുന്നാ വന്നതെന്ന്? അതിന് മീനു ചേച്ചി ഒരു സഹായം എനിക്ക് ചെയ്തു തരണം. ഞാനല്ല പണം കൊടുക്കാൻ പോകുന്നത്, ചേച്ചിയാ. ഞാനോ? നീ എന്തൊക്കെയായി പറയുന്നേ? അതാ ഞാൻ ആദ്യം ചേച്ചിയോട് പറഞ്ഞത്, ചേച്ചിയുടെ സഹായത്തിനാണ് വന്നതെന്ന്. പ്ലീസ് ചേച്ചി. ചേച്ചി അന്ന് ആര്യനോട് പറഞ്ഞിരുന്നില്ലേ PF-ന്ന് 10 ലക്ഷം രൂപ ലോൺ എടുത്ത് തരാമെന്ന്? ആര്യനത് സമ്മതിച്ചില്ലല്ലോ. വാശി പോലെയല്ലേ വേണ്ടാന്ന് പറഞ്ഞത് എന്ന് ചോദിക്കാം. അതെ, അന്ന് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ
ചേച്ചി ഇന്ന് PF ലോൺ എടുക്കുന്നു. എടി നീ എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ എന്നപ്പോൾ മീനു പറയും, ചേച്ചി കാര്യവിതാ, ഞാനിത് കൊണ്ടുപോയി പണയം വെക്കുന്നു. 10 ലക്ഷം രൂപ ചേച്ചിയുടെ കയ്യിൽ കൊണ്ട് തരുന്നു. ചേച്ചി ഇത് PF ലോൺ കിട്ടിയതാണെന്നും പറഞ്ഞ് വൈകുന്നേരം ആരിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഇത് ലോണാന്ന് പറഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും വിശ്വസിക്കും. പക്ഷേ ആരും ബഹളം ഉണ്ടാക്കില്ലേ? അവൻ ഇൻസൾട്ട് ചെയ്തതുപോലെ തോന്നില്ലേ? ഇല്ല, അതിനു മുൻപ് തന്നെ ഈ വിവരം നമുക്ക് ആരിനെ വിളിച്ച് പറയാം, അപ്പം പ്രശ്നമില്ലല്ലോ എന്ന് മിത്ര പറയാം. ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ ചേച്ചി കാര്യങ്ങളൊന്ന് അവതരിപ്പിച്ചാൽ മതി, അതൊക്കെ പിന്നെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്താൽ പോരെ എന്ന് ചോദിക്കാം. ചേച്ചി ഞാൻ പറയുന്നത് പോലെ ചെയ്യുക, ഇതൊന്ന് പണയം വെച്ച് ഞാൻ ചേച്ചിയുടെ കൈ കൊണ്ട് തരുന്നു. ചേച്ചി ആരിനെ വിളിക്കുന്നു, വൈകിട്ട് ഏൽപ്പിക്കുന്നു. അത്രയും സഹായം ചേച്ചി എനിക്ക് ചെയ്ത് തന്നാൽ മതി. ഈ മിഷനിൽ ചേച്ചി എന്നെ സഹായിക്കുമെന്നുള്ള അംഗീകാരമാണ് എനിക്ക് വേണ്ടത്. മിത്രേ, ഇത് വലിയ പ്രശ്നമാകും, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. പിന്നെ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാം. ഒന്നുമില്ല ചേച്ചി, ഞാൻ വരാൻ പോകുന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. ഒരു പ്രശ്നവും വരത്തില്ല. എൻ്റെ മനസ്സിലിപ്പോൾ ആര് മാത്രമേ ഉള്ളൂ. എങ്ങനെയും ആരിനെ സഹായിക്കണം. ആരിൻ്റെ കഷ്ടപ്പാടും നന്മയും മാത്രമേ ഉള്ളൂ. അതെനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അതിനിങ്ങനെ ഒരു കാര്യം ചെയ്തേ പറ്റൂ. ഇതിന് പിന്നിൽ എന്തു പ്രശ്നം വന്നാലും ഞാൻ അതൊക്കെ നേരിടും, അത് ഉറപ്പാ എന്ന് പറയാം. ഞാൻ ആരുടെയും പണം മോഷ്ടിച്ചിട്ടല്ല ആരിന് കാശ് കൊടുക്കുന്നത്. പിന്നെന്താ പ്രശ്നം? ഈ സ്വർണം എനിക്ക് അവകാശപ്പെട്ടത് തന്നെയാ. ആരോടും കണക്ക് പറയാനും ഇല്ല. പിന്നെന്താ ചേച്ചി എൻ്റെ കൂടെ ഒന്ന് നിൽക്കുക, അതാ എനിക്ക് അറിയണ്ടേ എന്ന് പറയാം. ഞാനല്ലാതെ പിന്നെ ആരാ നിന്റെ കൂടെ നിൽക്കുക എന്ന് ചോദിക്കാം. നീ ഇത്രയും ഉറപ്പിച്ചു നിൽക്കുമ്പം നിന്റെ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചേച്ചിയാടി? ഉറപ്പായിട്ട് ഞാൻ സഹായിക്കാം. മതി, എനിക്ക് ഇത്രയും കേട്ടാൽ മതി എന്ന് പറയാണ് കേട്ടോ മിത്ര. തൊട്ടടുത്ത് തന്നെ ഒരു ഫിനാൻസ് കമ്പനി ഇല്ലേ, അവിടെ എനിക്ക് ഇത് അവിടെ കൊണ്ടുപോയി പണയം വെക്കാം. എന്നിട്ട് ക്യാഷ് കൊണ്ടുപോയി ഞാൻ ചേച്ചിയുടെ കയ്യിൽ തരാം. ചേച്ചി വൈകിട്ട് ഇത് ആരിനെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയാം. എന്തായാലും നീ ഫിനാൻസ് കമ്പനിയിലേക്ക് നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാം. അയ്യോ വേണ്ട, ചേച്ചിക്ക് ഇവിടെ തിരക്കുള്ളതല്ലേ. ഇല്ലില്ല, ഞാൻ നിന്നെ തനിച്ചു വിടുന്ന പ്രശ്നമില്ല, ഞാനും കൂടി വരാം എന്ന് വീണ്ടും പറയാം. പെട്ടെന്ന് മീനുവിനൊരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. മേഡം ആണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് മീനു അത് അറ്റൻഡ് ചെയ്യുക. ഹലോ മേഡം, ഞാനിവിടെ ക്യാമ്പിലുണ്ടല്ലോ, എൻ്റെ ഒരു റിലേറ്റീവ് വന്നിട്ടുണ്ട്, ഞങ്ങൾ സംസാരിക്കായിരുന്നു. ശരി മാഡം, ഓക്കെ എന്ന് പറഞ്ഞ് മീനു ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. എന്താ ചേച്ചി എന്നപ്പോൾ ചോദിക്കുക. ഒരു പണി കിട്ടിയല്ലോ, സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ഫയൽ അത്യാവശ്യമായിട്ട് എത്തിക്കണമെന്ന്. അത് സാരമില്ല, ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി പൊയ്ക്കോ, ഞാൻ പണയം വെച്ചിട്ട് പണമായിട്ട് ഇങ്ങോട്ട് വരാം എന്ന് പറയാം. മിത്രേ, വലിയൊരു തുകയുടെ ആഭരണമാണ് നിൻ്റെ കയ്യിൽ, സൂക്ഷിച്ചു കൊണ്ടുപോകണം എന്ന് പറയാം. ശരി ചേച്ചി, ചേച്ചി ഒന്നും ടെൻഷൻ ആവണ്ട, ഞാനിത് ശ്രദ്ധിച്ചു കൊണ്ടുപോയിക്കോളാം എന്ന് മീനുവിന് ഉറപ്പ് കൊടുത്തിട്ട് നമ്മുടെ മിത്ര അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. പക്ഷെ മീനുവിന് ഇപ്പോഴും നല്ല ടെൻഷനുണ്ട്. എന്നാൽ ഇതേ സമയം ദേവമംഗലത്ത് നമ്മുടെ ബാലൻ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുക. ദാ പറഞ്ഞതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്, പെട്ടെന്ന് ഭക്ഷണം എടുത്തോ എന്ന് പറയാം. ഇതേ സമയം ഗോമതി ആകെ ചിന്തിച്ചിരിക്കുന്ന കാണുമ്പം ബാലൻ ചോദിക്കും, എന്താ ഗോമതി, മുഖം എന്താ വാടിയിരിക്കുന്നത്? എന്തു പറ്റി? പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട്, ദേവിയുമായിട്ട് ഇന്ന് ഡീലറെ കാണാൻ പോകേണ്ട ദിവസമാണ് എന്നൊക്കെ പറയാം. അല്ല, തനിക്കിത് എന്തു പറ്റി? ഒരു പ്രയാസം പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുക. ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി ബാലേട്ട, മയക്കത്തിലൊരു സ്വപ്നം കണ്ടു എന്ന് പറയാം. അത്രയുള്ളോ? ഒരു സ്വപ്നം കണ്ടതിനാണോ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അതത്ര സുഖകരമായിട്ടുള്ള സ്വപ്നമല്ല ഞാൻ കണ്ടത് എന്ന് പറയാം. നമ്മുടെ കുടുംബത്തിൽ ഒരു വലിയ കുഴപ്പം വരാൻ പോകുന്നുവെന്ന്. എന്ത് കുഴപ്പം വരുന്നുവെന്ന് താൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്കതൊന്നും അറിയില്ല, പക്ഷെ എന്തോ വരാൻ പോകുന്നുണ്ട്. പലപ്പോഴും ഞാൻ ഇതുപോലെ ഉറക്കത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിക്കും, അത് സത്യമായിട്ട് വരികയും ചെയ്യും. താൻ അനുശ്രീയുടെയും ധർമ്മൻ്റെയും ഒക്കെ കാര്യങ്ങൾ ആലോചിച്ച് പ്രയാസപ്പെട്ട് കിടന്നു കാണും. അതിൻ്റെ ഓരോരോ തോന്നലുകളാണ് തനിക്കിപ്പോൾ ഉണ്ടായത്. എന്നാലും എന്തോ ഒരു മനസ്സിലൊരു ഭാരം പോലെ, എന്തോ ഒരു അപകടം വരാനിരിക്കുന്ന പോലെ. മിത്രയും മീനുവിനെ ഒന്ന് വിളിക്കണം എന്ന് പറയാം. എടോ, അവരെയൊക്കെ എന്തിനാ വിളിച്ച് വെറുതെ ശല്യപ്പെടുത്തുന്നത്? പത്രങ്ങളിലൊക്കെ കാണാറുള്ളതല്ലേ ഓരോരോ അതിക്രമങ്ങളൊക്കെ. എനിക്കതൊക്കെ ഓർത്ത് പേടിയാകുക. എടോ, താനൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? വെറുതെ പിള്ളേരെ വിളിച്ച് പേടിപ്പിക്കാൻ. സ്വപ്നത്തിൽ കണ്ടത് വെറും ഒരു സ്വപ്നമായിരിക്കും അല്ലേ ബാലേട്ട? വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ലായിരിക്കും അല്ലേ? പിന്നല്ലാതെ ഒരു കുഴപ്പം ഉണ്ടാകില്ല. ദേ, താൻ പോയി ഭക്ഷണം എടുത്ത് വെക്ക്, ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞ് ബാലൻ റൂമിലേക്ക് പോവാ. പക്ഷെ ഗോമതിക്ക് ഒരു സമാധാനവും ഇല്ല, വീണ്ടും അവിടെ സങ്കടപ്പെട്ടിരിക്കുക. ഇതേ സമയം നമ്മുടെ മിത്ര സ്വർണ്ണാഭരണങ്ങൾ പണയം വെക്കാനായിട്ട് ഫിനാൻസിലേക്ക് ചെല്ലുക. അപ്പം ഒരു സ്റ്റാഫ് വന്ന് ചോദിക്കുക,
പറയൂ മേഡം എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലാം. എനിക്ക് കുറച്ച് സ്വർണം പണയം വെക്കാനുണ്ടായിരുന്നു. എത്ര പവനാണ് എന്നപ്പം ചോദിക്കുക. 25 പവൻ. എത്ര രൂപയാണ് വേണ്ടത്? 10 ലക്ഷം. മേഡം ആ ഗോൾഡ് ഒന്ന് കാണിക്കാവോ എന്ന് ചോദിക്കുക. അപ്പം മിത്ര ആ ഗോൾഡ് ആ സ്റ്റാഫിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. സ്റ്റാഫ് അത് തുറന്ന് നോക്കുവാണ്. എന്താ എന്നപ്പം ചോദിക്കുക. 25 പവൻ്റെ സ്വർണ്ണം ഉണ്ടല്ലേ എന്ന് അവർ വീണ്ടും ചോദിക്കുവാണേ. സമയം ആ സ്വർണ്ണമായിട്ട് സ്റ്റാഫ് അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. മിത്രയും കൂടെ കൊണ്ടുപോകും. എന്നിട്ട് ചോദിക്കും, ID പ്രൂഫ് എന്തെങ്കിലും ഉണ്ടോ മേഡം? ഉണ്ട് എന്നും പറഞ്ഞ് മിത്രയുടെ ID പ്രൂഫ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഈ സ്വർണ്ണത്തിൻ്റെ ഒന്ന് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒന്ന് നോക്കിയിട്ട് വരാട്ടോ, വെയിറ്റ് ചെയ്യൂ എന്ന് പറയുകയാണേ. ഇതേ സമയം അതേ ഫിനാൻസ് കമ്പനിയിൽ മാനേജറുടെ റൂമിൽ നമ്മുടെ അച്യുതൻ ഇരിപ്പുണ്ട്. അല്ല അച്യുതൻ സാറേ, എൻ്റെ ഈ ഫിനാൻസ് കമ്പനിയിൽ പാർട്ട്ണർ ആവണമെന്ന് എത്ര തവണ അച്യുതൻ സാറിനോട് ഞാൻ പറഞ്ഞതാ. അന്നൊന്നും ഒരു താല്പര്യം കാണിക്കാത്ത ആള് പെട്ടെന്ന് എന്താ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വന്നിട്ട് പാർട്ട്ണർ ആകാമെന്ന് പറഞ്ഞത്? ഇതിന്റെ പിന്നിലെ ചേതോവികാരം എന്താ എന്ന് ചോദിക്കാം. എടോ, അത് പിന്നെ ഇപ്പൊ സ്വർണത്തിനൊക്കെ തീ പോലല്ലേ വില, അതുകൊണ്ട് ഞാൻ ഇതിലും കൂടി പാർട്ട്ണർഷിപ്പ് എടുക്കാമെന്ന് കരുതിയത്. എന്തായാലും പണവും അതിന്റെ കൂട്ടുപലിശയും പലിശയും ഒക്കെ ആയിട്ടൊരു തുക കയ്യിലിരിക്കുമല്ലോ. ഒരു ക്രഷർ യൂണിറ്റ് തുടങ്ങാനിരുന്നതാ ഞാനും ഏട്ടനും കൂടി. മീനാക്ഷി എന്നും പറയുന്ന ഒരു സ്റ്റാഫ് കാരണം അതിന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇതിലേക്ക് ഇറങ്ങാമെന്ന് കരുതിയത്. അല്ല, അച്യുതൻ സാർ ഒരു കട നോക്കണമെന്ന് പറഞ്ഞത് എന്തിനാ എന്ന് ചോദിക്കാം. അതോ, എൻ്റെ അനിയനില്ലേ ആ ധർമ്മൻ, അവൻ ഗോമതി സ്റ്റോറിലെ സേവനം അവസാനിപ്പിച്ച് കൃഷ്ണമംഗലത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്ന് അപ്പം അയാൾ ചോദിക്കുക. ആ ബാലനെ അന്ധമായിട്ട് വിശ്വസിക്കരുതെന്നും അവൻ ചതിക്കൂന്നും എൻ്റെ അനിയനോട് പണ്ടേ ഞാൻ പറഞ്ഞതാ. എവിടെ കേൾക്കാൻ, അവൻ്റെ തലയിലൊന്നും കയറില്ലല്ലോ. ഇപ്പം അനുഭവത്തിൽ വന്നപ്പം അവൻ പഠിച്ചു. അവനിപ്പം ഒരു ബിസിനസ് തുടങ്ങണമെന്നാണ് ആലോചിക്കുന്നത്. അടുത്തെങ്ങും എന്തെങ്കിലും കെട്ടിട ഒഴിവുണ്ടെങ്കിൽ എന്നോട് പറയണം എന്ന് അച്യുതൻ പറയണം. ഇതേ സമയം മിത്രയാണെങ്കിൽ അവിടെ ഫോമൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്യുതൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണേ. ഇവളെന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് അച്യുതൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. മിത്ര എന്താ ഇവിടെ, ഇവക്കെന്താ ഇവിടെ കാര്യം? പെട്ടെന്നാണ് സ്റ്റാഫ് ക്യാബിനിലേക്ക് വരുന്നത്. പെട്ടെന്ന് അച്യുതനാണെങ്കിൽ ആ സ്റ്റാഫിനോട് ചോദിക്കും, അതാരാ അവിടെ ഇരിക്കുന്നതെന്ന്. ആരുടെ കാര്യമാണ് ചോദിച്ചത് എന്ന് അപ്പോൾ ആ പെൺകുട്ടി അച്യുതനോട് ചോദിക്കും. ആ ഫോം ഫില്ല് ചെയ്ത ചുരിദാറിട്ട പെൺകുട്ടി, അവരെന്തിനാ വന്നേ? സ്വർണം പണയം വെക്കാൻ വേണ്ടി വന്നതാ സാർ. എന്നിട്ട് സ്വർണം എവിടെ, കാണട്ടെ എന്ന് ചോദിക്കാം. അപ്പം മാനേജറുടെ മുഖത്തേക്ക് ആ പെൺകുട്ടി നോക്കുവാണ്. കാണിച്ചോളൂ, നമുക്ക് വേണ്ടപ്പെട്ട ആളാ എന്ന് പറഞ്ഞ് ആ സ്വർണ്ണാഭരണങ്ങൾ അച്യുതൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാണ് കേട്ടോ. അച്യുതൻ അത് തുറന്നു നോക്കും. ആ സ്വർണ്ണാഭരണങ്ങൾ കാണുന്ന അച്യുതന് അതെല്ലാം കൃഷ്ണമംഗലത്തെ സ്വർണ്ണമാണെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. എന്താ അച്യുതൻ സാറേ അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അല്ല, ഇതെല്ലാം എൻ്റെ ഏട്ടൻ്റെ സ്വർണ്ണമാ എന്ന് പെട്ടെന്ന് പറയാൻ കേട്ടോ അച്യുതൻ. സാറിൻ്റെ ഏട്ടൻ്റെ സ്വർണ്ണമോ? ആ അതെ. അല്ല, ഇതെല്ലാം കൂടി ഏകദേശം എത്ര പവൻ ഉണ്ടായിരിക്കും എന്നാ പറഞ്ഞത്? 25 പവൻ ഉണ്ടെന്നാ പറഞ്ഞത്. സാർ എന്താ ചെയ്യേണ്ടത്? പോലീസിനെ വിളിക്കട്ടെ എന്ന് മാനേജർ അപ്പം ചോദിക്കുക. വേണ്ട, പോലീസിന് ഇടപെടേണ്ട സമയം ആയിട്ടില്ല. അപ്പം പോലീസിനെ അറിയിക്കണ്ടേ എന്ന് ചോദിക്കുക. വരട്ടെ എന്ന് അച്യുതൻ പറയാൻ കേട്ടോ. എടോ, സ്വർണം ഐശ്വര്യമുള്ള ലോഹമാണെന്ന് പറയുന്നത് ചുമ്മാതല്ല. കണ്ടില്ലേ ഐശ്വര്യം കയ്യിലേക്ക് തന്നെ വന്നത്. അല്ലെങ്കിൽ ഈ സ്വർണം കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ കയ്യിൽ തന്നെ വരുമോ എന്ന് അച്യുതൻ പറയാൻ കേട്ടോ. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ആ സ്റ്റാഫ് അവിടെ നിൽക്കുക. ദേ, നമ്മൾ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് ഡീല് അത് ഫിക്സ് എന്ന് അയാളോട് പറയാം. താങ്ക് യു സാർ. അച്യുതൻ സാറിനെ പോലെ ഒരാൾ എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് അത് വലിയ ഉയർച്ച തന്നെ ഉണ്ടാക്കുമെന്ന് നന്നായിട്ട് അറിയാം. എടോ, ഇനി താൻ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാം. ഞാൻ എന്താ വേണ്ടേ? അച്യുതൻ സാറ് പറഞ്ഞോളൂ എന്ന് അയാൾ പറയാം. തൽക്കാലം ഇപ്പം പണം കൊടുക്കണ്ട എന്ന് പറയാം. അല്ല, അപ്പം ആഭരണങ്ങൾ തിരിച്ചു കൊടുക്കണ്ടേ സാർ എന്നാ സ്റ്റാഫ് ചോദിക്കുക. വേണ്ട, ഗോൾഡ് തിരിച്ചു കൊടുത്താ അവളത് വേറെ എവിടെയെങ്കിലും കൊണ്ട് പണയം വെക്കും. അപ്പോൾ പിന്നെ നമ്മൾ എന്തു പറഞ്ഞ് ഗോൾഡ് മേടിക്കും? ബ്രാഞ്ചിലേക്ക് പണം വരാനുണ്ടെന്ന് പറ, വൈകിട്ട് വരാൻ പറ. അതുവരെ ആഭരണങ്ങൾ ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് അച്യുതൻ പറയാൻ കേട്ടോ. അച്യുതൻ സാറ് പറഞ്ഞ പോലെ താൻ പോയി ചെയ്തോ എന്ന് ആ സ്റ്റാഫിനോട് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അല്ല, കളവ് പോയ സ്വർണം മുന്നിൽ കിട്ടിയിട്ടും അത് പോലീസിൽ അറിയിക്കണ്ടെന്ന് പറയണമെങ്കിൽ അച്യുത സാറിൻ്റെ മനസ്സിൽ മറ്റെന്തോ പ്ലാൻ ഉണ്ടല്ലോ എന്ന് ചോദിക്കാം. എടോ, ദേവമംഗലത്തുകാർക്കൊരു പണി കൊടുക്കാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു. ദേ, ഇപ്പം ദൈവം തന്നെ ഒരു നല്ല അവസരം എൻ്റെ മുന്നിൽ കൊണ്ട് തരുമ്പം ഞാനത് ഉപയോഗപ്പെടുത്തണ്ടേ? ഞാനത് വൃത്തിയായിട്ട് മുതലാക്കണ്ടേ? ഏത് എന്ന് ചോദിക്കാം. ഇതേ സമയം ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് മിത്ര അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ദാ, ഞാനിത് ഫില്ല് ചെയ്തിട്ടുണ്ട് മേഡം, എന്താ ഈ കാര്യങ്ങൾ എന്ന് ചോദിക്കുക. എല്ലാം പരിശോധിച്ചു, പ്യുവർ ഗോൾഡാണ്, 25 പവനും ഉണ്ട് എന്ന് ആ സ്റ്റാഫ് പറയാം. 10 ലക്ഷം രൂപ കിട്ടുമല്ലോ അല്ലേ? ഇപ്പോഴത്തെ വില വെച്ച് 10 ലക്ഷത്തിന് മുകളിൽ കിട്ടും എന്ന് പറയാൻ കേട്ടോ.
എനിക്ക് 10 ലക്ഷം രൂപ മതി എന്ന് അപ്പം മിത്ര പറയണ. ക്യാഷ് എങ്ങനെ തരുന്നേ, അക്കൗണ്ടിലാണോ അതോ നേരിട്ടാണോ എന്ന് ചോദിക്കുക. നേരിട്ട് കിട്ടിയ അതാ സൗകര്യം മേഡം. അത് എന്താ കാര്യം എന്ന് ചോദിക്കുക. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം എന്ന് മിത്രയപ്പോൾ വീണ്ടും ചോദിക്കുക. ഇത്രയും വലിയ തുകയായതുകൊണ്ട് ഇപ്പോൾ പണം തരാൻ കഴിയില്ല. പണം തരാൻ കഴിയില്ലെന്നോ? അതെന്താ? പണം എനിക്ക് ഇപ്പം തന്നെ വേണം. മേഡം തെറ്റിദ്ധരിക്കരുത്, ഇന്ന് ഓഫീസ് തുറന്നതേ ഉള്ളൂ. ഇത്രയും വലിയ തുക ഇപ്പം ബ്രാഞ്ചിലില്ല. പിന്നെ നിങ്ങൾക്കിത് ആദ്യമേ പറയായിരുന്നല്ലോ. സാധാരണ ഇത്തരത്തിൽ ഷോർട്ടേജ് വരാറില്ല മേഡം. പണം പെട്ടെന്ന് തന്നെ ആകുന്ന പ്രതീക്ഷയില്ല ഞാൻ ഗോൾഡ് പരിശോധിക്കാൻ കൊടുത്തത്. പക്ഷേ ഇപ്പോഴേ ബ്രാഞ്ചിൽ നിന്ന് കോള് വന്നത്. ക്യാഷ് ഈവനിങ് എത്തിക്കും, അപ്പോഴേക്കും മേഡത്തെ സെറ്റിൽ ചെയ്യാം എന്ന് പറയാണ് കേട്ടോ. എനിക്ക് വൈകിട്ട് വരെ ഒന്നും കാത്തിരിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യുക, എൻ്റെ ഗോൾഡ് ഇങ്ങ് തിരിച്ചു താ മേഡം. അത് പിന്നെ അത് ഹോൾമാർക്ക് ില്ലാത്ത ആഭരണങ്ങളാ മേഡം ഇവിടെ നൽകിയത്. മറ്റെവിടെ കൊണ്ടുപോയാലും ഈ ആഭരണങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടത്തില്ല എന്ന് പറയാൻ കേട്ടോ. ഞങ്ങൾ ട്രഡീഷണൽ ഓർണമെന്റ്സ് എടുക്കുന്നവരായതുകൊണ്ടാണ് മേഡത്തിന് ഈ തുക തരാമെന്ന് തന്നെ സമ്മതിച്ചത്. അതുമാത്രമല്ല, ഗോൾഡ് തൂക്കി സീൽ ചെയ്തതിന് ശേഷമാ ക്യാഷിൻ്റെ ഷോർട്ടേജ് ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് ഞങ്ങളുടെ മിസ്റ്റേക്കാ മേഡം. ഇപ്പോൾ ഈ ഗോൾഡ് ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മാനേജർക്കും ഞങ്ങൾക്കും ഹെഡ് ഓഫീസിൽ നിന്ന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടാണ്, ഒന്നും മനസ്സിലാക്കണം മേഡം. ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇത് രജിസ്റ്റർ ചെയ്ത ഫിനാൻസ് സ്ഥാപനമാണ്. മേഡത്തിൻ്റെ ആഭരണങ്ങൾ സുരക്ഷിതമായിട്ട് ഇവിടെ ഇരിക്കും. ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കുക. അപ്പം മാനേജർ ഇറങ്ങി വരിക. എന്താ മേഡം പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. മേഡം, നിങ്ങളുടെ സംശയം ന്യായമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇന്നും ഇന്നലെയോ തുടങ്ങിയ സ്ഥാപനമല്ല, വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്ന് ആ മാനേജർ പറയും, ഞാൻ ഒരു രസീത് എഴുതി തരാം, അതിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ എനിക്ക് തരുന്ന രസീതിൽ സ്വർണത്തിന്റെ തൂക്കവും അളവും എല്ലാം എഴുതിയിട്ടുണ്ടാവോ, എത്ര പവൻ എത്ര തുക എല്ലാം കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും. വൈകിട്ട് വന്ന മേഡത്തിന് പണം കൊണ്ടുപോകാം. വൈകിട്ട് എത്ര മണിക്ക് വരണം? 4 മണിക്ക് വരണം എന്ന് പറയുമേ. മേഡം ഇത് കൊണ്ടുപോക്കോളൂ. അപ്പം മിത്ര വേറെ വഴിയില്ലാതെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കുകയാണ് കേട്ടോ. ഇതേസമയം അച്യുതൻ താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്ന സന്തോഷത്തിൽ അവിടെ നിൽക്കുകയാണേ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.